Hello friends, welcome back to my channel Radhu's Food Court and Vlogs. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുമായിട്ടാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ആദ്യമായിട്ട് കുറച്ച് പച്ചപ്പയർ, അതായത് ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 2-3 hours മിനിമം വെള്ളത്തിലിട്ട് വെച്ചാലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓവർനൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം വെള്ളത്തിലിടാൻ മറന്നുപോയെങ്കിൽ കുറച്ച് വിസിൽ കൂടുതൽ വേവിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു പാത്രം എടുത്ത് പെട്ടെന്ന് ഒരു കുക്കറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും വേണ്ട ഇത് ഉണ്ടാക്കാൻ. ഒരു കുക്കർ എടുത്ത് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ജീരകവും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഒരു സവാള, കുഞ്ഞായിട്ട് അരിഞ്ഞ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മസാലപ്പൊടികളാണ്. ആദ്യമായിട്ട് ചില്ലി പൗഡർ, ഇത് 1 ടീസ്പൂൺ ചേർത്തോളം. എല്ലാം ഓരോരോ ടീസ്പൂൺ ചേർക്കാം നമുക്ക്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, പിന്നെ ഒരു സ്പെഷ്യൽ ആംചൂർ പൊടി, ഡ്രൈ മാംഗോ പൊടിയാണിത്. സോ ഇവിടെ ഞാൻ ഒരു 3 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്തു. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയൊക്കെ എല്ലാം ഒന്ന് പിടിച്ച് നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് ഒരു മാഷി പരുവമാകുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 5 minutes മതിയാകും. അതിനുള്ളിൽ തന്നെ നമുക്ക് ശരിയായി കിട്ടും. ഇപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചപ്പയർ ആഡ് ചെയ്യാം. സോ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പച്ചപ്പയർ ഞാനൊരു 3 പിടി, എൻ്റെ കൈക്ക് 3 പിടി പച്ചപ്പയർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം അത് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തോണം, വേണമെങ്കിൽ ആഡ് ചെയ്തു. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഒരു 3-4 വിസിൽ വരുത്തിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും. സിമ്പിളല്ലേ, ആർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് എനിക്ക് ഒരു 10 to 15 minutes ആയുള്ളൂ ഫുള്ള് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഇത് കറി റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചപ്പാത്തി റെഡിയാക്കി എടുത്തു. സോ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി കറിയാണ്. പിന്നെ മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. Thank you so much for watching Radhu's Food Court and Vlogs. See you in the next recipe. Bye bye.